മഴതോരും മുമ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയുടെ ഒരു പ്ലാനിങ്ങും ബാലചന്ദ്രൻ്റെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നടക്കുന്നില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വൈജയ്ക്ക് വല്ലാത്ത കലി കയറി നടക്കുകയാണ്. ശരണ്യയെ എങ്ങനെയെങ്കിലും താൻ വഴി അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന വൈരാഗ്യം അത് മനസ്സിൽ വല്ലാതെ നിറച്ചു വെച്ചിരിക്കുകയാണ് വൈജയന്തി. താൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ബാലചന്ദ്രനും മക്കളും അങ്ങനെ ആട്ടിയിറക്കി വിടുമെന്ന്. വൈജയുടെ മുമ്പിൽ ഇപ്പോൾ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. അവൾക്ക് ആ ശരണ്യയോടുള്ള പക മാത്രമാണ്. ഇതേ സമയം രോഹിത്ത് ശരണ്യയും അലീനയും ബബിതയും കൃഷ്ണമോളും എല്ലാം കൂടി ഇരിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ശരണ്യ വല്ലാത്ത കരച്ചിലിൽ തന്നെയാണ്. അലീന അവളെ വല്ലാതെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അലീനയുടെ തോളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് ശരണ്യയോട് രോഹിത്ത് പറയുന്നുണ്ട്, നിൻ്റെ ഈ വിഷമത്തിന് കാരണം ഞാനാണ്. എന്നോട് വെറുപ്പും ദേഷ്യമൊന്നും തോന്നരുത്. നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന ഉറപ്പിൽ തന്നെയാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. എൻ്റെ ഈ 3 സഹോദരിമാരെ പോലെ തന്നെ നിന്നെ എൻ്റെ ഈ വീട്ടിൽ ഞാനുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനുള്ളിടത്തോളം കാലവും നീ ഇവിടെ സുരക്ഷിതയായിരിക്കും. പക്ഷേ അമ്മ ആ പിശാച് കെട്ട ആൻറ്റിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ ഇങ്ങനെ കരയാതിരിക്കും ശരണ്യെ. അവർ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, അങ്ങനെ മാത്രം വിചാരിച്ചാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഇല്ല രോഹിത്തേട്ടാ, അത് ആ ആൻറ്റി പറഞ്ഞതിലും കുറച്ചൊക്കെ സത്യമുണ്ടല്ലോ. കാരണം ഞാൻ അന്ന് അവൻ വിളിച്ചപ്പോൾ കൂടെ കാറിൽ കയറി പോകാൻ പാടില്ലായിരുന്നു. അവൻ എൻ്റെ ആരാണ്? അതെങ്കിലും ഞാൻ ഓർക്കണ്ടേ? പക്ഷേ രോഹിത്തേട്ടാ, ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു പോയി. അവൻ എന്നെ ചതിക്കുമെന്നോ മറ്റുള്ളവർക്ക് അവൻ എന്നെ കാഴ്ചവെക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചത് പോലുമില്ല. അലീനയ്ക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാതെ അലീന അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അലീനയുടെ സങ്കടം കണ്ടുകൊണ്ട് ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പഴയ പോലെ തന്നെയാണ്. എനിക്കങ്ങനെ സങ്കടം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ചേച്ചി വിചാരിക്കുന്ന പോലെ പഴയ ആ പ്രാന്തിലേക്കൊന്നും ഞാൻ പോവില്ല ചേച്ചി എന്ന് പറയുമ്പോൾ അലീന അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോളെ, ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിന്നെ കൂടി ആകെ കുഴപ്പത്തിലാക്കിയല്ലോ. അത് അങ്ങനെയൊന്നുമല്ല ചേച്ചി. ഞാനിപ്പോൾ എവിടെ പോയാലും എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇതൊക്കെ ഞാനും കൂടെ വരുത്തി വെച്ചതല്ലേ. സാരമില്ല, നമ്മളെല്ലാവരും സന്തോഷിച്ചിരുന്നതല്ലേ. അതേപോലെ തന്നെ മുന്നോട്ട് പോകാം. എല്ലാവരുടെയും ഇരിപ്പും വിഷമവും ഒക്കെ കണ്ടപ്പോൾ ശരണ്യ അവിടെ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി അവൾ മുഖമെല്ലാം കഴുകിക്കൊണ്ട് വന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, വായോ, കുറച്ച് സമയം നമുക്ക് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയുടെ കൈ പിടിച്ച് വലിക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ ആ മുറിയിലേക്ക് കയറി വരുന്നത്. ബാലചന്ദ്രൻ ശരണ്യയുടെ അരികിലേക്കായി ചെന്ന് നിന്ന് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, മോളെ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. നിന്നെ ഒരിക്കലും ഈ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു വിടണമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും ഞങ്ങളാരും പ്രതീക്ഷിച്ചതല്ല. അയ്യോ അങ്കിളെ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്കിളെ, ഇത് ഞാനും കൂടി ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന ഭാവത്തിൽ സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ. അങ്കിളും അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളൊക്കെ ഈ കാണിക്കുന്ന സ്നേഹമാണ് എനിക്ക് ഏറ്റവും വലുത്. ഇവരെല്ലാവരും വല്ലാതെ ശോകമടിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അലീന അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറയുന്നുണ്ട്, മതി ഇനി പരസ്പരം മാപ്പ് പറഞ്ഞതും ക്ഷമ ചോദിച്ചതൊക്കെ. അവൾക്കെല്ലാം മനസ്സിലായ അച്ഛാ. അവൾ പഴയ കുട്ടിയല്ല. അവൾക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനും ചിന്തിച്ച് മനസ്സിലാക്കാനുമുള്ള കഴിവൊക്കെയുണ്ട്. ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് ശരണ്യയോട് ചോദിക്കുന്നുണ്ട്, മോള് നാളെ തന്നെ രോഹിത്തിൻ്റെ ഒപ്പം പോവുകയാണോ? അപ്പോൾ രോഹിത്ത് പറയുകയാണ്, അതെ അച്ഛാ, നാളെ വൈകുന്നേരം തന്നെ ഞങ്ങൾക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാത്രിക്കലത്തോടുകൂടി ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. മറ്റന്നാളോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റന്നാളോ ക്ലാസ്സിലും കയറാലോ. ഒരു ദിവസത്തെ ക്ലാസ് പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഇല്ല രോഹിത്തേട്ടാ, നമ്മൾ എത്തുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ
ക്ലാസ്സിൽ കയറും. എന്തിനാ വെറുതെ ഒരു ക്ലാസ് മിസ്സാക്കുന്നേ? ഇതേ സമയത്ത് വൈജയന്തിയുടെ അമ്മയുടെ മുറിയിലേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ വൈജി അവിടെ ബഹളം? ആ കമല വന്ന ശബ്ദമൊക്കെ ഞാൻ കേട്ടിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് എത്തിച്ചു പോലും നോക്കാതിരുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ പിടിച്ചൊക്കെ നടക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അലീനയുണ്ടല്ലോ ഇവിടെ, അവളെ വിളിച്ചാലും അവൾ എന്നെ പിടിച്ചു കൊണ്ടുപോയി അപ്പുറത്ത് നിർത്തിയേനെ. ആ കമല സാധനത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് വരാതിരുന്നത്. എന്തിനാ അവൾ വന്ന് കിടന്ന് ഇവിടെ കാറുന്നുണ്ടായിരുന്നത്? ബാലചന്ദ്രൻ്റെ ആയിരുന്നും രോഹിത്തിൻ്റെ ആയിരുന്നൊക്കെ നല്ലത് പറയുന്നത് കേട്ടല്ലോ. അവൾക്ക് പിന്നെ ആരെടുത്തുനിന്ന് എന്ത് കേട്ടാലും ഒരു നാണില്ലാത്തൊരു പെണ്ണാണല്ലോ. മുൻപ് ബാലചന്ദ്രൻ ചൂലെടുത്ത് അടിച്ചു ഓടിച്ചിട്ടുള്ളതാണ് ഇവിടെ നിന്ന് അവളെ. എന്നിട്ടുണ്ടായോ ഇപ്പോൾ അവൾക്ക് നാണവും മാനവും ഒക്കെ? അങ്ങനെ ഒരു നാണുള്ളവളായിരുന്നുവെങ്കിൽ അവളിവിടെ ഈ പടി ചവിട്ടുമോ എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് വൈജ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. താനാണ് അവളെ വിളിച്ചു വരുത്തിയതെന്ന് മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി നല്ല വർത്താനം തന്നെയും പറയുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി വൈജയോടായി ചോദിക്കുന്നുണ്ട്, അല്ല അവളിപ്പോൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളാനുണ്ടായ കാരണം എന്താ? അതമ്മേ, ആ ശരണ്യ എന്ന് പറയുന്ന സാധനം ഇവിടെ വന്ന് കയറിയിട്ടുണ്ടല്ലോ. അവളെ കണ്ട് കമലയിടത്തേക്ക് മോനെ ഇറക്കാനല്ല എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാനായിരുന്നു. പക്ഷേ ഈ കമലയിടത്തിയുടെ നാവിന് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടേ വന്നത് ഏറ്റവും വലിയ ശത്രുവായി തിരിച്ചു പോവേണ്ടി വന്നു എന്ന് മാത്രം. പിന്നെ അതുകൂടാതെ അമ്മ പറയുന്ന പോലെ തന്നെ ബാലചന്ദ്രൻ്റെയും രോഹിത്തിൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചില്ല എന്നേ ഉള്ളൂ. നാവ് കൊണ്ട് നല്ലത് കിട്ടിയിട്ട് തന്നെയാണ് കമലയിടത്തിൽ പോയത്. അല്ല വൈജേ, ഇനി നീയെങ്ങാനും വിളിച്ചിട്ടാണോ അവളിവിടെ വന്നത്? ഏയ് അല്ലമ്മേ, ഞാൻ എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വിളിക്കുന്നത്? അല്ല, നിൻ്റെ സ്വഭാവമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല നിനക്കെപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്നൊന്നും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ രോഹിത്തുമായിട്ട് ആ പെൺകുട്ടി ഇവിടെ വന്ന് കയറിയതൊന്നും നിനക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അന്ന് തുടങ്ങി നീ ഇവിടെ കാണിക്കുന്ന പ്രകടനത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നീ എങ്ങാനും ആണ് അവളിവിടെ വിളിച്ചു വരുത്തിയതെന്ന് ബാലചന്ദ്രൻ എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ. എൻ്റെ അമ്മേ, ഞാനൊന്നുമല്ല അവളെ വിളിച്ചു വരുത്തിയത്. അവളിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് ഏടത്തി എന്നോട് പോലും ചോദിക്കാതെ കയറി വന്നതാ. നിന്നോട് പോലും ചോദിക്കാതെയോ? അങ്ങനെയല്ലല്ലോ കമല പറയുന്നത് കേട്ടത്. അമ്മേ, എൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഉണ്ടെന്നും പറഞ്ഞു. ആ സമയത്ത് ഇവിടെ മനു ഉണ്ടായതാ. അപ്പോൾ മനു ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതാ. പിന്നെ ഏടത്തിക്കൊരു ധൈര്യത്തിന് ഏടത്തി കയറി വന്നു. പിന്നെ ഏടത്തിയുടെ നാവ് കൊള്ളൂലാത്തത് കൊണ്ട് ഏടത്തിക്ക് വന്ന കാര്യം നടന്നില്ല. അതിനേക്കാളും വലിയ ഇഷ്യൂ ആയിട്ട് തിരിച്ചു പോകേണ്ടിയും വന്നു. അല്ലെങ്കിൽ തന്നെ അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ബന്ധവുമില്ലാത്തൊരു പെണ്ണ്, അതും ഇവിടെ ഈ രോഹിത്തിൻ്റെയും എൻ്റെ സഹോദരനായ ശിവൻ്റെ മകൻ ഹരിയുടെയും ഒക്കെ പേരിൽ കേസ് കൊടുത്ത് ഹരിയെയും രോഹിത്തിനെയും ഒക്കെ 10-30 ദിവസം രോഹിത്തിനെ ജയിലിലിടുകയും ഹരിക്ക് ഇപ്പോഴും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേസും കൊടുത്ത ഒരു പെണ്ണിനെ എന്തർത്ഥത്തിലാണ് ഈ രോഹിത്തും ബാലചന്ദ്രനൊക്കെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെന്താ വൈജയ് നിനക്ക് ഇത്ര മനസ്സിലാക്കാനുള്ളത്? അത് നിനക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ രോഹിത്തിനില്ലാത്ത ദേഷ്യം നിനക്കെന്തിനാണ്? അവൻ്റെ ഈ പ്രായം കൊണ്ട് അവൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവളുടെ ഭാഗത്ത് തെറ്റില്ലെന്നും അവളുടെ ഭാഗത്തായിരുന്നു ശരിയെന്നും. നിനക്ക് ഇത്രയും വിദ്യാഭ്യാസവും ജീവിതാനുഭവവും ഉള്ള നിനക്കെന്താണ് ഇതൊന്നും മനസ്സിലാവാത്തത്? അതോ മനസ്സിലായിട്ടും അതൊന്നും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമില്ലയെന്ന് നടിച്ച് ജീവിക്കുകയാണോ? ഞാനൊന്നും നടിച്ച് ജീവിക്കുന്നതല്ല അമ്മേ. എൻ്റെ മകനെ 10-30 ദിവസം ജയിൽവാസത്തിന് വിട്ടവളാണ്. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഇനി ആ പേര് ദോഷം എന്തെങ്കിലും മാറിപ്പോവും നമുക്ക് തോന്നുന്നുണ്ടോ? അവൻ എന്നും ഒരു ജയിൽ പുള്ളിയെ പോലെ തന്നെയല്ലേ മറ്റുള്ളവർ അവനെ ഇനി ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പറയുക. അതൊക്കെ എനിക്ക് മറക്കാനൊന്നും കഴിയില്ല.
അത് മാത്രാണോ രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവന്നതിന് ശേഷം, ഈ കേസിൽ നിന്നൊക്കെ അവനെ ഒഴിവാക്കി കൊണ്ടുവന്നതിന് ശേഷം അവനിവിടെ എങ്ങനെയാണ് ജീവിച്ചു പോയിരുന്നത്? ആ ഡ്രാമയിൽ നിന്നൊക്കെ അവനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ അമ്മക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ കൊണ്ടുവന്നോ? നീ എന്തു കൊണ്ടുവന്നെന്ന്? നീ സുഖവാസത്തിന് കിടക്കുന്ന പോലെ 1 മാസം 1.5 മാസം ഡിസ്ചാർജ് കഴിഞ്ഞിട്ടും നീ ആ റൂം വിട്ടുകൊടുക്കാതെ അവിടെ തന്നെ കിടന്നിരുന്നല്ലേ. ആ നീയാണോ രോഹിത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവൻ്റെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവകാശമുള്ള ആൾ തന്നെയല്ലേ അവന് വേണ്ടി എല്ലാം ചെയ്തത്. അത് നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അവകാശമുള്ള ആളാണെന്ന്? പെട്ടെന്നായിരുന്നു വൈജയുടെ നാവിൽ നിന്നും ആ വാക്ക് വീണത്. മുത്തശ്ശി ഒന്നും അറിയാത്ത പോലെ വൈജയോട് ചോദിക്കുന്നുണ്ട്. എന്താ വൈജെ, നിനക്ക് ഉത്തരം മുട്ടിയോ? അമ്മേ, ഞാനിപ്പോൾ അതേക്കുറിച്ചൊന്നുമല്ല പറഞ്ഞു വരുന്നത്. അമ്മയ്ക്കെങ്കിലും ഈ ബാലചന്ദ്രനോടും രോഹിത്തിനോടും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ അവളിവിടെ നിന്നും പറഞ്ഞയക്കാൻ? അല്ലെങ്കിൽ തന്നെ വേണമെങ്കിൽ ബാലചന്ദ്രൻ തന്നെ അവളെ ആ കോളനിയിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടോട്ടെ. എന്തിനാ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്? അത് നിൻ്റെ മകൻ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ വൈജയ്, അവൾക്ക് ആ വീട്ടിലേക്ക് പോകാൻ കഴിയില്ലെന്ന്. രോഹിത്തിനെതിരെ കേസില്ലെന്ന് അവൾ കോടതിയിൽ മൊഴി കൊടുത്തതിന് ശേഷവും, അവളെ ഇവൻ ഉപദ്രവിച്ചിട്ടില്ലെന്നൊക്കെ കോടതിയിൽ അവൾ വിളിച്ച് പറഞ്ഞതിന് ശേഷവും അവളും അവളുടെ വീട്ടുകാരും ആ കോളനിയിൽ കിടന്ന് അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് അതിൽ നിന്നൊക്കെയല്ലേ രക്ഷപ്പെടുത്തി അവളെ ഈ ബാംഗ്ലൂരിലേക്ക് കോഴ്സിനായിട്ട് അയച്ചത്. നീ എന്താ ഈ ബുദ്ധിയില്ലാത്തവരെ പോലെ സംസാരിക്കുന്നത്? ഒന്ന് പോകുന്നുണ്ടോ വൈജയ്? നീ എന്നെ കൂടി തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് വായെ തോന്നുന്നതൊക്കെ വന്ന് വിളിച്ച് പറയുന്നത്. ഇത്രയും കാലം അലീനയായിരുന്നു പ്രശ്നം. ഇപ്പം അവൾ ആ ശരണ്യയുടെ കേസും പിടിച്ച് കുത്തിപ്പൊക്കി വന്നിരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ അവർ രണ്ടാളും കൂടിയും അങ്ങ് പുറത്തേക്ക് പോകും, അവർ കോളേജിൽ പഠിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നത്? അത് ശരി, അമ്മയ്ക്കപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ല അല്ലേ? അവളെ ഇപ്പം ഇവിടെ നിന്ന് ഇറക്കി വിടലല്ല എൻ്റെ ഉദ്ദേശം. അവൾ ഈ ജന്മത്തിൽ ഒരിക്കലും എൻ്റെ വീട്ടിലിൻ്റെ ഈ പടി അവൾ ചവിട്ടാൻ പാടില്ല. അതാണ് എൻ്റെ ഉദ്ദേശം. നന്നായി വൈജയ്, നീ എത്ര വന്നാലും നീ എത്രയൊക്കെ അനുഭവിച്ചാലും ഒരിക്കലും നിന്നിലൊരു മാറ്റം ഈ അമ്മ പ്രതീക്ഷിക്കുന്നില്ല മോളെ. അല്ലെങ്കിൽ തന്നെ വല്ലപ്പോഴും അവൻ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു പെൺകുട്ടിയോട് എന്തിനാണ് നീ ഇങ്ങനെ വൈരാഗ്യം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മേ, എൻ്റെ മകനെ എനിക്ക് ആകെയുള്ളൊരു മകനാണ്. അവൻ 2-3 സഹോദരിമാർക്ക് ആകെയുള്ളൊരു സഹോദരൻ. 2-3 സഹോദരിമാരോ? അമ്മ അതുമ്മ കയറി പിടിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. എൻ്റെ മകനെ എനിക്ക് ആകെ ഒരുത്തനേ ഉള്ളൂന്ന്. അവനെ കണ്ട കോളനിയിലെ പെണ്ണുങ്ങൾക്ക് ദാനമായി കൊടുക്കാനൊന്നും എനിക്ക് മനസ്സില്ലെന്ന്. ഇത് കേട്ടുകൊണ്ട് മുറിയിലേക്ക് കടന്നു വരുന്ന ബാലചന്ദ്രൻ വൈജയോട് ചോദിക്കുന്നുണ്ട്. ഓഹോ, അപ്പോൾ മകൻ്റെ ഭാവിയെക്കുറിച്ചിട്ടൊക്കെ എഴുതി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന അമ്മ തന്നെയാണല്ലേ ഇത്? ഞാൻ അറിഞ്ഞില്ല. ഒരച്ഛൻ എന്ന നിലയ്ക്ക് എന്നോടും കൂടി പറയായിരുന്നു. എവിടെയോ രചിച്ചു വെച്ചിട്ടുണ്ടെന്ന് മകൻ്റെ ഭാവി. വൈജ മേഡത്തിന് എന്നാണ് മകന് നല്ല ഭാവിയുണ്ടെന്നൊക്കെ തെളിഞ്ഞു വന്നത്? മകൻ ചെയ്തു വെച്ച എല്ലാ വേണ്ടാത്തരത്തിൽ നിന്നും അലീന അവനെ രക്ഷിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണോ നീ അവൻ്റെ ഭാവി തീരുമാനിച്ചു തുടങ്ങിയത്? നീ നല്ലൊരമ്മയായിരുന്നുവെങ്കിൽ അവൻ ആ വഴിക്കൊക്കെ പോകുമെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിനക്ക് എന്നോടും അലീനയോടും തോന്നിയ വാശിപ്പുറത്ത് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ പോലും അങ്ങനെ ആ മകനെയോ അല്ലെങ്കിൽ നിന്നിലുണ്ടായ 2 പെൺമക്കളെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. എന്നിട്ടിപ്പോൾ മകനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭാവി കോളനിയിലെ പെണ്ണിന് ദാനം കൊടുക്കാൻ കഴിയില്ല പോലും. ഞാൻ ഇന്നലെയും നിന്നോട് പറഞ്ഞതാണ്, നിൻ്റെ മകൻ്റെ മനഃശുദ്ധി അതൊന്നുകൊണ്ട് മാത്രമാണ് അവൻ ഇപ്പോഴും ശരണ്യയെ സഹോദരിയായി കാണാൻ മനസ്സ് കാണിച്ചത്. അല്ലായിരുന്നുവെങ്കിലേ ശരണ്യയെയും രോഹിത്തിനെയും ഞാനങ്ങ് പിടിച്ച് കെട്ടിച്ചു കൊടുത്തേനെ. എന്നോട് ആരും ഒന്നും ചോദിക്കാൻ വരില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ എൻ്റെ മകൻ്റെ ഭാവി തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും എനിക്ക് തന്നെയാണ്. അത് മകൻ്റെന്നല്ല, എൻ്റെ മക്കളുടെ എല്ലാവരുടെയും. അതിലിനി നിനക്കൊരു സ്ഥാനമുണ്ടാകുമെന്ന് വിചാരിച്ച് നീ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണമെന്ന് എനിക്കൊട്ടുമില്ല.
അത് നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞു വെച്ചതുമാണ്. നിന്നോട് ഞാൻ പറഞ്ഞു വെച്ച ആ വാക്കുകളൊക്കെ നീ ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്ക് വൈജയ്. ഞാനിപ്പോൾ അതൊന്നും പുതുക്കി പണിയാനും പറഞ്ഞു തരാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ ഒന്ന് നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ മുത്തശ്ശിയോട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ബാലചന്ദ്രൻ പറഞ്ഞത് എന്താണെന്നൊക്കെ വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. തൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും സംഭവിക്കാത്തിടത്തോളം കാലം അലീനയും താനും തമ്മിൽ ഒരിക്കലും ബന്ധിപ്പിക്കില്ലെന്ന് ബാലചന്ദ്രൻ മുന്നേ പറഞ്ഞതാണ്. അത് ബാലചന്ദ്രൻ ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അലീനയോട് ആ നിർദ്ദേശം കൊടുത്തിട്ട് തന്നെയാണ് അലീനയെ ഇപ്പോൾ താൽക്കാലികമായി ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും. അത് അലീനയുടെ സ്വഭാവത്തിലും വൈജയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. വൈജ മുത്തശ്ശിയെ പതിയെ നോക്കിക്കൊണ്ട് മുറിയുടെ വെളിയിലേക്കായി ഇറങ്ങി നടക്കുകയാണ്. വൈജയുടെ മനസ്സ് മുഴുവനും ഇപ്പോഴും ശരണ്യയെ അവിടെ നിന്നും തനിക്ക് പുറത്താക്കണമെന്ന ചിന്തയാണ്. ആ രാത്രിയിലും വൈജ തൻ്റെ മുറിയിലെത്തിയിട്ട് ചിന്തിക്കുന്നത് മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ മകനെ ജയിലിൽ കയറ്റിയവൾ, എൻ്റെ മകനെ പേരുദോഷത്തിലേക്ക് തള്ളിവിട്ടവൾ, അവൻ ഒരു തെറ്റും ചെയ്യാതെ തന്നെ അവനെ പോലീസുകാരെ കൊണ്ട് തല്ലിക്കുകയും അവൻ്റെ ജീവിതത്തിൽ അവന് മാനസികമായിട്ടും മുറിവേൽപ്പിച്ചവൾ, ആ അവളാണ് ഇപ്പോൾ എൻ്റെ മകൻ്റെ ഒരു വാക്കിനൊപ്പം അവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇനി ഒരിക്കലും എൻ്റെ മക്കളുടെ നിഴൽവട്ടത്ത് അവൾ വരാത്ത രീതിയിൽ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്നും പടിയിറക്കി വിട്ടിരിക്കും. അത് ഈ വൈജ 100% മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. വൈജ സെൽഫെല്ലാം പരിശോധിക്കുകയാണ്. വൈജ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് സെൽഫിലാകെ പരിശോധിക്കുന്നത്. ഒന്നും തന്നെ കാണുന്നില്ല. വൈജ ഉടനെ തന്നെ ബാങ്കിൽ പ്രവർത്തിക്കുന്ന രമേശൻ എന്ന് പറയുന്ന ആളുടെ നമ്പർ ഫോണിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഹലോ, രമേശനല്ലേ? ആ അതെ വൈജ മാഡം, ആ പറഞ്ഞോളൂ. രമേശ, എനിക്ക് കുറച്ച് ഫണ്ട് വേണമായിരുന്നു. ഓ അതിനെന്താ മാഡം, ഫണ്ട് ഞാൻ റെഡിയാക്കി തരാമല്ലോ. എത്രയാണ് മാഡത്തിന് അത്യാവശ്യം? അയ്യോ അങ്ങനെയല്ല രമേശ, എനിക്ക് ഇപ്പോൾ തൽക്കാലം പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യ. കുറച്ചുകൂടി സമയമൊക്കെ കഴിഞ്ഞിട്ടേ എനിക്കതിന് പറ്റത്തുള്ളൂ. പിന്നെ ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ ഒട്ടും പറ്റത്തുമില്ല. അപ്പോൾ രമേശൻ നാളെ രാവിലെ തന്നെ ഇവിടെ വരെ ഒന്ന് വരാമോ? ഞാനൊരു ചെക്ക് എഴുതി തരാം. അത് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തിട്ട് എനിക്ക് ക്യാഷാക്കി തിരിച്ചു കൊണ്ടുവന്ന് തന്നാൽ മതി. ഓ അങ്ങനെയായിരുന്നോ മാഡം? ഞാനും ആലോചിച്ചു, ഇത്രയും ബിസിനസ്സും സ്വർണ്ണക്കടയൊക്കെ ഉള്ള മാഡത്തിന് എന്തിനാ മറ്റുള്ളവരെ ഇരുന്ന് പണം കടം മേടിക്കുന്നതെന്ന്. ഓ അങ്ങനെയൊന്നും കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ലടോ, അതൊക്കെ മറ്റുള്ളവരതല്ലേ. എനിക്ക് ജോലി ബാങ്കിൽ തന്നെയല്ലേ, അതിൽ നിന്ന് സ്വരൂപിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഈ സ്വർണ്ണക്കടയും ബിസിനസ്സും ഒന്നും കണ്ട് വൈജയന്തിയുടെ കണ്ണൊന്നും മഞ്ഞളിച്ചിട്ടുമില്ല. ആ പണമൊന്നും പ്രതീക്ഷിച്ച് വൈജയന്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുമില്ല. അയ്യോ മാഡം, ഞാൻ അങ്ങനെയൊന്നും വെച്ച് പറഞ്ഞതല്ല. മനസ്സിലായി രമേശ. എന്തായാലും താൻ നാളെ രാവിലെ ഒന്ന് ഇവിടം വരെ എത്താൻ നോക്ക്. അധികം വൈകരുത് കേട്ടോ. എനിക്ക് രാവിലെ തന്നെ അത്യാവശ്യമുള്ള പണമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ശരിയെന്നാ, താനെന്തായാലും രാവിലെ തന്നെ എത്താൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ഉറങ്ങാൻ കിടക്കുകയാണ്. വൈജയന്തി ഉറങ്ങാൻ കിടക്കുമ്പോഴും അപ്പുറത്തെ മുറിയിൽ നിന്നും എല്ലാവരും കൂടിയുള്ള അട്ടഹാസവും ചിരിയും പാട്ടും സന്തോഷവും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വൈജയന്തിക്ക് ഒരർത്ഥത്തിൽ മനസ്സുകൊണ്ട് വല്ലാത്ത സന്തോഷം തന്നെയാണ്. തൻ്റെ 4 മക്കളും ഒന്നായിരിക്കുന്നു. ഏതൊരമ്മയും ആഗ്രഹിക്കുന്ന പോലെ തന്നെ തൻ്റെ മക്കളെല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ സന്തോഷം തന്നെയാണ്. എന്നാൽ ഒരു കല്ലുകടി പോലെയാണ് ഇടയ്ക്ക് ശരണ്യയുടെ ശബ്ദം കേൾക്കുമ്പോൾ വൈജയന്തിക്ക് തോന്നുന്നത്. ആ കല്ലുകടി കൂടി എടുത്തു മാറ്റിയാൽ എൻ്റെ കുടുംബം സന്തോഷം തന്നെയാണ്. പിന്നെ എനിക്ക് അലീനയോടൊന്ന് സംസാരിക്കണം, അതല്ലേ? അത് ഇവള് പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ഞാൻ തീർത്തെടുത്തോളാം. എന്തായാലും അലീനയെ ബാലചന്ദ്രൻ തിരിച്ചിങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടല്ലോ. വൈജയന്തിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ശരണ്യ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബാലചന്ദ്രൻ ഇവിടെ എത്തിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ആ രാത്രി കടന്നു പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഉറക്കമുണർന്നു. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സമയം അല്പം കടന്നുപോയി.
ഒരു 9-9:30 സമയമായപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ആരോ വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ട് അലീന തന്നെയാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അലീനയ്ക്ക് അയാളെ കണ്ട് ഒട്ടും തന്നെ പരിചയം തോന്നിയില്ല. അലീനയോടായി അദ്ദേഹം ചോദിച്ചു, മാഡം ഇല്ലേ? ആ ഉണ്ടല്ലോ, ഒന്ന് വിളിക്കാമോ? ആ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് തിരിച്ചു വരികയാണ്. അലീന മാഡത്തിനോട് സംസാരിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ അലീന ഉടനെ തന്നെ ചെന്ന് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ പുറത്ത് അമ്മയെ കാണാൻ ആരോ വന്ന് നിൽക്കുന്നുണ്ട്, അമ്മയെ ഒന്ന് വിളിച്ചു കൊണ്ട് വരാനായി പറഞ്ഞു. ഓ ഞാൻ പോയി പറഞ്ഞോളാം ചേച്ചി. ആ മോളെന്തായാലും ഒന്ന് പോയി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളെ വൈജയുടെ മുറിയിലേക്ക് വിട്ടിട്ട് അലീന കിച്ചണിലേക്ക് തന്നെ പോകുന്നുണ്ട്. വൈജയോടായി ചെന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മയെ കാണാൻ പുറത്താരോ വന്ന് നിൽക്കുന്നുണ്ട്, അമ്മയോട് പെട്ടെന്നൊന്ന് ചെല്ലാൻ പറഞ്ഞു എന്ന്. വൈജയ്ക്ക് അപ്പോൾ തന്നെ ആളെ മനസ്സിലായി. വൈജ കയ്യിലൊരു ബാഗുമായി പുറത്തേക്ക് ചെന്നു. പുറത്ത് നിൽക്കുന്നത് രമേശൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വൈജയന്തി ആ സൂക്കേഴ്സ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെയെന്ന്. അദ്ദേഹം ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വൈജയന്തി രമേശൻ പോകുന്നതും നോക്കി സിറ്റൗട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. ബാക്കിൽ നിന്നുകൊണ്ട് ബാലചന്ദ്രൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ എന്താണിതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വൈജ ബാങ്കിലൊക്കെ പോയിട്ട് ഒരുപാട് നാളുകളായി. ബാങ്കിലെ സ്റ്റാഫാണ് വന്നതെന്നും പ്യൂണാണ് അദ്ദേഹമെന്നുമൊക്കെ ബാലചന്ദ്രനും അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ഇത്രയും നാളുകൾക്ക് ശേഷം അവൾ എന്തായിരിക്കും അയാളുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടാവുക എന്നൊരു നിമിഷം ബാലചന്ദ്രൻ ചിന്തിച്ചുപോയി. എന്നാൽ അവളുടെ കാര്യത്തിൽ കൂടുതലൊക്കെ ചിന്തിച്ച് എന്തിന് താൻ തല പുകയ്ക്കണമെന്നും സമയം കളയണമെന്നും ബാലചന്ദ്രന് സ്വയം തോന്നുകയാണ്. ബാലചന്ദ്രൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് തന്നെ നടന്നു. വൈജ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരവിനായി അവിടെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.